ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം വയനാടിന്റെ ടൂറിസം മേഖലയ്ക്ക് തന്നെ ഉണർവേകുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ഹണി മ്യൂസിയം നടത്തിയിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? നമ്മള് ചൂരൽമല ദുരന്തത്തിന് ശേഷം വയനാട് മൊത്തം ടൂറിസം ഡെസ്റ്റിനേഷൻ എല്ലാം അറിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്താണ് KSRTC ഒരു അവരുടെ പാക്കേജ് പുനരാരംഭിക്കുന്നത്. കാരണം അവർ നല്ല രീതിയിൽ കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നും ടൂറിസ്റ്റുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റയടിക്ക് അങ്ങ് ഒരു ദിവസം കൊണ്ട് നിന്നുപോവാണ്. അത് രണ്ടാമത് പുനരാരംഭിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു സ്വീകരണം, അതേപോലെ തന്നെ ആ യാത്രക്കാർക്ക് ഒരു മധുരം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു കാര്യത്തിൽ ഇതിലൂടെ നമ്മളെ ആ ടൂറിസം ഡെസ്റ്റിനേഷൻ ഒക്കെ ഓപ്പൺ ആണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുക, നമ്മളെ ടൂറിസ്റ്റുകളെ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന് തന്നെയാണ് ഹണി മ്യൂസിയത്തിന്റെ ഈ ഒരു പരിപാടി കൊണ്ടുള്ള ഉദ്ദേശം. വയനാട് ഒരു മാസത്തോളം നമ്മൾ എല്ലാവരും എല്ലാ മേഖലകളും സ്തംഭിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഓണം ആഘോഷത്തോടുകൂടി തന്നെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കേരളത്തിലുള്ള ആളുകൾ മാത്രമാണ് വരുന്നത്. പുറം സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ കൂടെ, അതേപോലെ തന്നെ പുറം രാജ്യങ്ങളിലുള്ള ആളുകൾ കൂടെ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ആ ടൂറിസം ഡെസ്റ്റിനേഷന്റെ ആ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ. അതിന് നിങ്ങളെല്ലാവരും എല്ലാവരെയും ഞങ്ങൾ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. യാത്രയുടെ അനുഭവം നമ്മൾ രാവിലെ 6 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. കുറ്റിയാടി വഴി തുഷാരഗിരി വന്നു. തുഷാരഗിരി ലക്കിടി വ്യൂ പോയിന്റ്, ചങ്ങലമരം, ഹണി മ്യൂസിയം, ഇനി എന്നൂര്. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ ഒരു ദിവസം പോകുന്നത്. നമ്മൾ എല്ലാ ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കത്തിലും നമ്മളെ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈനിലാകുമ്പോൾ നമ്മൾ ഡ്രൈവർ എന്നുള്ള നിലയിൽ എനിക്ക് യാത്രക്കാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പോൾ ടൂറിസത്തിലേക്ക് പോകുമ്പം എല്ലാ യാത്രക്കാരുമായിട്ടും നല്ല സമീപനവും നല്ല അനുഭവങ്ങളൊന്നും, കുറച്ച് ഉയർന്ന ആൾക്കാരെയും മറ്റുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട്. അതന്നെ വലിയൊരു സന്തോഷമാണ്. യാത്രയുടെ അനുഭവങ്ങൾ എന്ന് വെച്ചാൽ ടൂർ വരുന്നത് നമ്മുടെ മാനസികമായിട്ട് നമ്മളും കൂടി ഒന്ന് ഫ്രഷായി വരും. പിന്നെ ഡ്യൂട്ടിയിലെ സമ്മർദ്ദം ഇതിന്റെ അകത്തില്ല. കാരണം ഇവരുമായിട്ട് കൂടുതൽ ഇടപഴകുന്നതുകൊണ്ട് ആ ഒരു സമ്മർദ്ദം ഉണ്ടാവില്ല. വരുമ്പോൾ തന്നെ എത്രയും ഫീൽ ചെയ്യുന്നത്, നമ്മളിപ്പോ രാവിലെ വരുമ്പോൾ ഒന്നാമത് ഇന്ന് ഓണം കഴിഞ്ഞ് ഓണാവധിയിൽ നിൽക്കുന്ന ഒരു സമയം നമ്മൾ താമരശ്ശേരി ചുരം ഒറ്റയടിക്ക് ചാടി കയറി വന്നു എന്ന് പറയുന്നത് തന്നെ വയനാടിന്റെ ഇന്നത്തെ അവസ്ഥ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ റോഡുകളെല്ലാം വളരെ ക്ലിയർ ആണ്. കാരണം ഒന്നുമില്ല, തിരക്കില്ല, വണ്ടികളില്ല, ആൾക്കാരില്ല. എല്ലായിടത്തും തിരക്കില്ലാത്തത് കാരണം എല്ലായിടത്തും നമ്മൾ പറയുന്ന സമയത്ത്, ചാർട്ട് ചെയ്ത സമയത്തിൽ മുൻപേ നമുക്കെല്ലാം ചെയ്തു വരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. വയനാട് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഇന്ന് വളരെ ശോചനീയമായിട്ടുള്ള, വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മേപ്പാടിയിലെ 2 വാർഡുകളിൽ നടന്ന ദുരന്തം വയനാട് മൊത്തം തകർന്നു എന്ന രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണം മൂലമാണ്, പേടിച്ചിട്ടാണ് മിക്കവാറും സഞ്ചാരികൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നത്. ഈ സമയത്ത് പല മേഖലകളിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തുറക്കുകയും അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലുള്ള സമുന്നതമായിട്ടുള്ള ചില നമ്മുടെ ഹണി മ്യൂസിയം പോലെയൊക്കെയുള്ള ഹണി ക്രാഫ്റ്റ് മ്യൂസിയത്തിൽ ശ്രീ ഉസ്മാൻ മദാരിയൊക്കെ തുടങ്ങിയിട്ടുള്ള അവരും കൂടുതൽ പ്രചരണം കൊടുത്തിട്ട് ഇപ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകളെ വയനാട്ടിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് KSRTCയുടെ ഒരു വലിയ സംഘം കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ളത്.